ധനുമാസ കമ്പത്തിനായി ആറന്മുളയിലെ കുട്ടികൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജനുവരി 13-ന് പുലർച്ചെയാണ് ആറന്മുള ക്ഷേത്ര പരിസരത്ത് ധനുമാസ കമ്പം നടത്തുക. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ മുതിർന്നവരും കുട്ടികളുമടക്കം ഏവരും ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നതിൽ പുലർത്തുന്ന ശ്രദ്ധയാണ് ആറന്മുള ഗ്രാമത്തെ പൈതൃക ഗ്രാമം എന്ന നിലയിൽ വേറിട്ടു നിർത്തുന്നത്. ആറന്മുള വള്ളംകളിയും വള്ളസദ്യയും വഞ്ചിപ്പാട്ടും പള്ളിയോടങ്ങളുമെല്ലാം ഇത്തരത്തിൽ ഏറെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ളതുമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നദീതട സംസ്കാരത്തെ ആബാലവൃദ്ധം ആറന്മുള നിവാസികളും ജാതിമത സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഇന്നും പിന്തുടർന്നു പോരുന്നുമുണ്ട്. ആറന്മുള ക്ഷേത്രത്തോളം പഴക്കമുള്ള ആറന്മുള ക്ഷേത്രത്തിലെ ഒരു ആചാരമാണ് ധനുമാസക്കമ്പം തണുങ്ങുപെറുക്ക്. ദ്വാപരയുഗത്തിൽ നരനാരായണന്മാർ കൃഷ്ണാർജുനന്മാർ അവതരിച്ച് അഗ്നിദേവന് വേണ്ടി ഗാണ്ഡവന ദഹനം നടത്തിയതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ചടങ്ങാണ് ഇവിടെ എല്ലാ വർഷവും നടന്നു വരുന്നത്. ധനുമാസത്തിൽ ക്ഷേത്ര പരിസരത്തെ കുട്ടികൾ ഈ പ്രദേശത്തെ തണുങ്ങുകൾ ശേഖരിച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ സ്തൂപത്തിൽ മകര സംക്രമം അറിയിപ്പെന്നു കൂടി ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടാണ് ഈ ആചാരം നടന്നു പോരുന്നത്. ആറന്മുളയുടെ മാത്രം സ്വന്തമായ മറ്റൊരു സവിശേഷ ആചാരമാണ് ധനുമാസ കമ്പം. കൃഷ്ണാർജുനന്മാർ ഗാണ്ഡവവനം അഗ്നിദേവന് സമർപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ധനുമാസ കമ്പം ആചരിച്ചു വരുന്നത്. ധനുമാസാരംഭം മുതൽ ആറന്മുള ക്ഷേത്ര പരിസരത്തുള്ള കുട്ടികൾ പരിസര പ്രദേശങ്ങളിലെ വീടുകൾ സന്ദർശിച്ച് തണുങ്ങ് എന്ന കമുകോലകൾ ശേഖരിക്കുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന തണുങ്ങ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് കിഴക്കേ നടയ്ക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന മൂർത്തിട്ട ഗണപതി ക്ഷേത്ര പരിസരത്തെത്തിച്ച് സൂക്ഷിക്കും. ഓരോ ദിവസവും തണുങ്ങ് ശേഖരണത്തിന് ശേഷം വിഘ്നനിവാരണനായ മൂർത്തിട്ട ഗണപതിക്ക് മുമ്പിലെത്തി വഞ്ചിപ്പാട്ട് പാടി സ്തുതിച്ച ശേഷമാണ് കുട്ടികൾ മടങ്ങിപ്പോവുക. കുട്ടികൾക്ക് പിന്തുണയും സഹായവും പ്രോത്സാഹനവും നൽകി മുതിർന്നവരും ഒപ്പമുണ്ടാകും. മകരസംക്രമത്തിന് മുന്നോടിയായി ധനുമാസത്തിലെ അവസാന നാളിൽ പുലർച്ചെ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച തൂണിൽ തണുങ്ങുകൾ കെട്ടിയ ശേഷം കമ്പത്തിൽ അഗ്നി പകരുന്നതാണ് ചടങ്ങ്. ഗാണ്ഡവവനം ദഹിപ്പിച്ചതിനെ അനുസ്മരിപ്പിക്കുന്ന ധനുമാസ കമ്പച്ചടങ്ങിൽ കൃഷ്ണാർജുനന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കമ്പത്തിനൊപ്പം അധർമ്മത്തെയും നാടിനെ ബാധിച്ച ദോഷദുരിതങ്ങളെയും അഗ്നിദേവൻ ദഹിപ്പിക്കുമെന്നും ആറന്മുള നിവാസികൾ വിശ്വസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.